ഇസ്രയേൽ ഇറാൻ യുദ്ധം തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലിലേക്കാണ്. പിന്നിൽ ആരാണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത ശ്രമങ്ങളാണോ വെടിനിർത്തലിലേക്ക് കൊണ്ടെത്തിച്ചത്? യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇടപെട്ടിട്ട് നടക്കാത്ത വെടിനിർത്തലും സമാധാനം പുലർന്നുവെന്ന് പിന്നീട് പറയാം. അതിന് പിന്നിൽ ആരായിരുന്നു? ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കായിരുന്നു നയതന്ത്ര നീക്കങ്ങളുടെ പൂർണ്ണ ചുമതല. അരാക്ചി ബ്രസൽസിൽ വെച്ച് ഒരു ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ കണ്ടു. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഡൊണാൾഡ് ട്രംപിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നീട് അബ്ബാസ് അരാക്ചി പോയത് എങ്ങോട്ടേക്കാണ്? നേരെ റഷ്യയിലേക്ക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്തേക്കാണ്. ആ കൂടിക്കാഴ്ച നടന്ന 24 മണിക്കൂറുകൾക്ക് അകം ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിലെ സന്ദേശമെത്തി, സമാധാനം താൻ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ട്രംപിൻ്റെ ഓൺലൈൻ വെടിനിർത്തൽ ആഹ്വാനം ഇസ്രായേലും പിന്നീട് ഇറാനും അംഗീകരിച്ചു. അതിന് പിന്നിൽ ആരെങ്കിലും കാരണക്കാരുണ്ടെങ്കിൽ അത് റഷ്യയാണ്, വ്ളാദിമിർ പുതിനാണ്. കാരണം ഇറാൻ്റെ എക്കാലത്തെ സുഹൃത്താണ് റഷ്യ. പുതിൻ അബ്ബാസ് അരാക്ചിക്ക് വാക്കുകൊടുത്തത് ഇറാനെതിരെ ഇനി US ആക്രമണം നടത്തിയാൽ ഒപ്പം നിൽക്കാമെന്നാണ്. കയറി US അടിച്ചോളാനും പുതിൻ അരാക്ചിക്ക് ധൈര്യം കൊടുത്തു. അങ്ങനെയാണ് ഖത്തറിലെ US ഏറ്റവും വലിയ വ്യോമസേനാ താവളത്തിൽ ചെന്ന് ഇറാൻ്റെ മിസൈലുകൾ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ട്രംപിന് കാര്യം മനസ്സിലായി, വിഷയത്തിൻ്റെ യഥാർത്ഥ അപകടം ഇതാണെന്ന്. ഇറാൻ ഖത്തറിലെ US വ്യോമസേനാ താവളത്തിന് നേരെ നടത്തിയ ആ മിസൈൽ ആക്രമണത്തിലൂടെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒട്ടാകെ ഒരു ദിവസത്തേക്ക് അങ്ങ് അമ്പരന്നുപോയി, സ്തബ്ധരായിപ്പോയി. ഗൾഫിനെ നിശ്ചലമാക്കി ഇറാൻ്റെ ആ ആക്രമണം. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കേണ്ട അവസ്ഥയുണ്ടായി. ഇവിടെ റഷ്യയ്ക്കൊപ്പം വെടിനിർത്തലിന് ഒപ്പം നിന്ന മറ്റൊരു ഗൾഫ് രാജ്യമുണ്ട്. ഏതാണ്? ഖത്തർ തന്നെയാണ്. US സേനാ താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഇറാൻ ഖത്തറിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഖത്തറിലെ ജനതയ്ക്ക് നേരെ ഒരു തരി മണ്ണ് പോലും വീഴാൻ ഇറാൻ മിസൈലുകൾ തുനിയില്ലെന്നുള്ള ഉറപ്പും ഇറാൻ ഖത്തറിന് നൽകിയിരുന്നു. അത് ഇറാൻ കൃത്യമായി തന്നെ നടപ്പാക്കി. പക്ഷേ ഖത്തർ പിന്നീട് അത്ഭുതവും അമ്പരപ്പുമൊക്കെ ഇറാൻ്റെ ആക്രമണത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് ഖത്തറിൻ്റെ നയതന്ത്ര നീക്കം. ട്രംപ് നൽകിയ 12 മണിക്കൂർ സമയപരിധി പക്ഷേ ഇറാൻ കാര്യമായി വിനിയോഗിച്ചു. ഇസ്രായേലിലെ ബെർഷാബയിൽ കഴിഞ്ഞ 12 ദിവസത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നടത്തിയത്. ഇസ്രായേലിന് കനത്ത നാശനഷ്ടമുണ്ടായത്. ഇതോടെ ഇസ്രായേലി പോർവിമാനങ്ങൾ വീണ്ടും തിരിഞ്ഞിറങ്ങി. ഇപ്പോഴേക്കും ട്രംപ് ശരിക്കും നേരിട്ടിടപെട്ടു. ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്, ഇസ്രായേൽ US പ്രസിഡന്റായ ഞാൻ ആവശ്യപ്പെടുന്നു, ഡു നോട്ട് ഡ്രോപ്പ് ദീസ് ബോംബ്സ്. ഇഫ് യു ഡു ഇറ്റ്, ഇറ്റ്സ് എ വാർ വയലേഷൻ. ബ്രിങ് ബാക്ക് യുവർ പൈലറ്റ്സ്. അങ്ങനെ ഇസ്രായേൽ മന്ത്രിമാരെ അടിയന്തരമായി യോഗത്തിന് വിളിച്ച് തങ്ങളുടെ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കാൻ വരെ നിർബന്ധിതരായ അവസ്ഥയാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം കൊണ്ട് ഗുണമുണ്ടായത് US-നും പിന്നെ ഇറാനുമായിരുന്നു. എങ്ങനെയെന്നല്ലേ? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായ സാരമായ നാശനഷ്ടം ഒരു 2-3 വർഷത്തേക്കെങ്കിലും പിന്നോട്ടടിച്ചു ഇറാൻ്റെ ആണവ പദ്ധതികളെ. അത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടാക്കാൻ US-ൻ്റെ ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തിന് സാധിച്ചു. US പോർവിമാനങ്ങൾ ഇസ്രായേലി ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ കനത്ത നാശനഷ്ടം വരുത്തിയപ്പോൾ ഇറാൻ ഇസ്രായേലിനെ മുച്ചോട് മുടിച്ച ആക്രമണമാണ് പിന്നീട് നടത്തിയത്. ഇസ്രായേലി നഗരങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഇനി ലക്ഷക്കണക്കിന് ഡോളർ വേണ്ടിവരും. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ ഇസ്രായേലി ജനതയല്ല ലക്ഷ്യം വെച്ചത്, പകരം ഇസ്രായേലിലെ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു. അതിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കി വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലാകട്ടെ ഇറാനിലെ സാധാരണ ജനങ്ങളടക്കം വ്യോമാക്രമണത്തിലടക്കം കൊന്നൊടുക്കി. കുറഞ്ഞത് 1000 പേരെങ്കിലും ഇറാൻ ജനത ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കാണും. ഇസ്രായേലിനും US-നും ഒരു കാര്യം അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഇറാൻ അങ്ങനെ വെയിലത്ത് പാടുന്ന ഒന്നല്ല എന്നും. ഇനിയും ലോകത്തിന് പരിചയമില്ലാത്ത ഒട്ടനവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ടെന്നും അത് ലോകത്തിന് പേരറിയില്ല, അതിൻ്റെ ശേഷി അറിയില്ല എങ്കിലും ഇറാൻ അറിയാം. അതുകൊണ്ട് എവിടെയൊക്കെ പ്രയോഗിക്കണമെന്ന് അത് ഇസ്രായേലിനും US-നും ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി.